എല്ലാവരും ഇന്ന് ഡേറ്റ അനലിറ്റിക്സിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ദിസ് കരിയർ, യു നീഡ് ടു സീ ദ ബിഗർ പിക്ചർ ഓവർ ഹിയർ. ഡേറ്റ അനലിറ്റിക്സിലെ കരിയർ പാത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഡേറ്റ അനലിറ്റിക്സിൽ പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസുകൾ തന്നെ നിങ്ങൾക്ക് ഓരോരോ കരിയർ പാത്ത്സ് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ പൈത്തൺ പഠിക്കുകയാണെങ്കിൽ പൈത്തൺ ലൈബ്രറീസ് ആണെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കോഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ ബേസ്ഡ് ഡേറ്റ അനലിസ്റ്റ് ജോബ് റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എക്സൽ ആണ് പഠിക്കുന്നതെങ്കിൽ, എക്സൽ ആണ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ MIS അനലിസ്റ്റ്, MIS എക്സിക്യൂട്ടീവ്, ഇങ്ങനെ പല ജോബ് റോൾസ് ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ Power BI അല്ലെങ്കിൽ ടാബ്ലൂയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ Power BI ഡെവലപ്പർ, ടാബ്ലൂ ഡെവലപ്പർ എന്ന പോലത്തെ ജോബ് റോൾസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈക്ക് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. സോ ഇനി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ജോബ് റോൾ ഉണ്ടായിരിക്കുക ഡാറ്റ ക്ലീനിങ്, ഡാഷ്ബോർഡ് ക്രിയേഷൻ, റിപ്പോർട്ട് ജനറേഷൻ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളെ ഫർദർ ജോബ് റോൾസ് ഇവിടെ ഉണ്ടായിരിക്കുക. സോ ഡേറ്റനെ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഒരു ബേസിക് ലെവൽ ഓഫ് ജോബ് റോൾ നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കാം. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആണ് നിങ്ങൾ അനലിറ്റിക്കൽ സ്കില്ലിൻ്റെ ഒപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങളൊരു ഹയർ കരിയർ പാത്തിലേക്ക് ടേക്ക് ചെയ്യും. സോ എക്സൽ, SQL, ടാബ്ലൂ, Power BI പോലത്തെ ടൂൾസ് ആയിരിക്കും നിങ്ങൾ ഈ ലെവലിൽ ഫെമിലറൈസ് ചെയ്യുക, അധികം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ടൂൾസുകളായിരിക്കും. നൗ യു ആർ കംഫർട്ടബിൾ വിത്ത് ദിസ് ടൂൾ, നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ജോബ് റോളിലേക്കായിരിക്കും മൂവ് ചെയ്യുക. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കൂടുതൽ ഡേറ്റ അനാലിസിസ് പ്രോസസ്സാണ് ചെയ്യേണ്ടി വരിക. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ജനറേഷൻ മാത്രമല്ല ചെയ്യേണ്ടത്, പാറ്റേൺ റെക്കഗ്നീഷൻ, പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഈ സ്റ്റേജിൽ നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടി വരിക. പക്ഷേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. സോ ആ ഒരു കമ്പനിയുടെ ഗ്രോത്തിനും ലോസിനും നിങ്ങൾ വെൽ റെസ്പോൺസിബിൾ ആണ്. സോ ടെക്നിക്കൽ സ്കില്ലിനൊപ്പം അതിലും കൂടുതൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്റ്റേജാണിത്. സോ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് റോള് വരെ സീനിയർ ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് റോൾസ് ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ജൂനിയേഴ്സിനെ മെന്റർ ചെയ്യേണ്ടി വരും. നൗ യു ആർ ലീഡിംഗ് പ്രോജക്ട്സ്, മെന്ററിംഗ് സ്റ്റുഡൻസ് ആൻഡ് ബിൽഡിംഗ് സ്ട്രാറ്റജീസ്. സോ ലീഡിംഗ് പ്രോജക്ട്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് ടു അതർ ലൊക്കേഷൻ. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി നടത്തണം, അതേപോലെ അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി നിങ്ങൾ സ്റ്റഡീസ് നടത്തണം. സോ നിങ്ങളൊരു എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടൊരു പ്ലാൻ ബിൽഡ് ചെയ്യാൻ പോവാണ്, ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓവർ ദെയർ. സോ യു ആർ ലീഡിങ് എ പ്രോജക്റ്റ് ഓവർ ദെയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജൂനിയർ സ്റ്റുഡൻസ്, ജൂനിയർ ഡേറ്റ അനലിസ്റ്റുകളെ മെൻറ്റർ ചെയ്യുന്നതാണ്. ലൈക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യണം, അനലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ജൂനിയർ കൊളീഗ്സിനെ നമ്മൾ മെൻറ്റർ ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിനെ നെക്സ്റ്റ് 10x 20x ഗ്രോത്തിനും വേണ്ടിയിട്ട് എങ്ങനെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണം എന്നുള്ളതും കൂടെ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടി വരും. സോ സ്ട്രാറ്റജി വൈസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്ലിപ്കാർട്ട് ഇന്ത്യൻ ഇ-കൊമേഴ്സ് മാർക്കറ്റ് റൂൾ ചെയ്തിരുന്ന സമയത്താണ് ആമസോൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. സോ ഇത് ഫ്ലിപ്കാർട്ടിന് ഭയങ്കര ഒരു ബാക്ക് ഫയർ ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ഈ ഒരു പ്രോബ്ലം ലൈക്ക് ആമസോൺ വന്നതോടുകൂടി ഫ്ലിപ്കാർട്ടിന് ഒരുപാട് കസ്റ്റമേഴ്സിനെ ലോസ് ആവാൻ റീസണായി, അവരുടെ പ്രൊഡക്ട്സ് ആരും ബൈ ചെയ്യാണ്ടായി. ലൈക്ക് ട്രസ്റ്റ് വർത്തി മോർ ആമസോൺ ആണ്. കാരണം ആമസോൺ ഒരു ഗ്ലോബലി ട്രസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ അധികം ആമസോണിനെ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. സോ ഈ ഒരു പ്രോബ്ലത്തെ ഫ്ലിപ്കാർട്ട് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തത്. അവർ കസ്റ്റമർ ഡേറ്റാസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ കസ്റ്റമറിന് മോർ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട്, ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട്, ലൈക്ക് ഫീച്ചേഴ്സ് ലൈക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആമസോണിനൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലിപ്കാർട്ട് അവരുടെ സ്റ്റാൻഡ് ബിൽഡ് ചെയ്തത്. സോ ഇതുപോലെ കമ്പനീസിന് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ കമ്പനീൻ്റെ ഗ്രോത്ത് 10x 20x ഫാസ്റ്റർ ആക്കുക എന്നുള്ളത് നിങ്ങളായിരിക്കും ഇവിടെ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവർ ഇത് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. സോ ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിന് ലൈക്ക് ഒരു ഡേറ്റ അനലിസ്റ്റ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനുപരി നിങ്ങളൊരു ടീമായിരിക്കും നിങ്ങളിവിടെ ബിൽഡ് ചെയ്യുക. ഇതുപോലെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊജക്ട്സ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷനെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ബിൽഡ് ചെയ്യുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഹെഡ് ഓഫ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ചീഫ് ഡേറ്റ അനലിറ്റിക്സ് ഓഫീസർ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോബ് റോൾസ് വരിക. സോ ഈ ജോബ് റോൾസിലൊക്കെ അനാലിസിസിൽ നിന്നുള്ളത് മാറിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ കോഡിങ്ങിൽ നിന്ന് മാറിയിട്ട് മോർ കമ്പനീസിൻ്റെ വിഷൻസ് ബിൽഡ് ചെയ്യുന്നതിലും പ്ലാൻസ് ബിൽഡ് ചെയ്യുന്നതിലായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സോ ഈ റോളിലൊക്കെ വെൽ ആയിട്ടൊരു കമ്പനീൻ്റെ ഗ്രോത്തിന് വേണ്ട എഫക്റ്റീവായിട്ട് പ്ലാൻസ് ബിൽഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന് വേണ്ട സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള
ഡിസിഷൻസ് മേക്ക് ചെയ്യുക, ലൈക്ക് കോടിക്കണക്കിന് രൂപയുടെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഡേറ്റ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യുക, അതുപോലെ അനലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോബ് റോൾ എന്നുള്ളത്. സോ ഇതിലൊരു മറ്റൊരു പ്രധാന കാര്യം എന്നാൽ ലൈക്ക് ഇതിനൊരു ഗ്രോത്ത് ഹൈയർ ഗ്രാഫ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പല ഡൊമൈൻസിലേക്കും അല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയിലേക്കും സ്കാറ്റർ ചെയ്ത് പോകാവുന്നതാണ്. ലെറ്റ്സ് സേ നിങ്ങൾക്കിപ്പം ഇഫ് യുവർ ഇൻഡസ്ട്രി മാർക്കറ്റിംഗ് ആണ്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പോകാം. അതുപോലെ ഹെൽത്ത് കെയർ, ഫിനാൻസ്, ബിസിനസ് ഇൻഡസ്ട്രി, ഈ പല ഇൻഡസ്ട്രിയിലേക്കും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് റോളാണ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ചിലർ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റർ ചെയ്യുന്നത് ഡേറ്റേനെ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. സോ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഷൈൻ ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ബിഗിനേഴ്സിനോട് പറയാനുള്ളത് ലൈക്ക് നിങ്ങൾ ഈ ഡേറ്റ അനാലിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ വെറീഡ് ആവണ്ട, ടെൻസ്ഡ് ആവണ്ട. ലൈക്ക് ഈ കരിയറിനെ പറ്റിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ബേസിക്സിൽ നിന്ന് തുടങ്ങുക. അതായത് ബേസിക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വന്നാൽ ലൈക്ക് ആ ബിൽഡിംഗ് വിൽ ബി സ്ട്രോങ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ സ്കിൽസ് അറ്റൈൻ ചെയ്യാൻ നോക്കുക. അതായത് എക്സൽ, SQL പോലത്തെ ടൂൾസുകൾ മാസ്റ്റർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ, എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു ഡേറ്റേനെ വിഷ്വലൈസ് ചെയ്യണം, എങ്ങനെ എഫക്റ്റീവായിട്ട് ലൈക്ക് റൈറ്റ് ഗ്രാഫ് അവിടെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോളേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത നോളേജ് വെച്ചിട്ട് റിയൽ ടൈം പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക. റിയൽ ടൈം പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുക ബൈ ഷൗട്ടിങ് ഔട്ട് ത്രൂ ലിങ്ക്ഡിൻ, GitHub പോലത്തെ പ്രൊഫൈലിലൂടെ നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സിനെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഹയറിംഗ് മാനേജറിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓരോ കമ്പനിയുടെയും ബ്രാൻഡുകളുടെയും ഗ്രോത്ത് ഡിസിഷനും അവരുടെ പ്രോബ്ലംസ് ഫൈൻഡ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർ ഹൈ സാലറീസ് ഓഫർ ചെയ്യും. സോ കോഡിംഗ് അല്ല ബേസിക്കലി നിങ്ങളെ സാലറി ഡിറ്റർമൈൻ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കില്ലും സ്ട്രാറ്റജി ബിൽഡിംഗ് എബിലിറ്റീസും ആണ് ഇവിടെ നിങ്ങളെ സാലറീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇഫ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ ദം, ദേ വിൽ ഗിവ് യു പ്രീമിയം സാലറി. സോ അതാണ് ഈ കരിയറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ടൂൾസ് യൂസ് ചെയ്യുന്നത്, സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഡേറ്റ അനാലിറ്റിക്സിനെ വെറും ഒരു ജോലി എന്നതിലുപരി നിങ്ങളൊരു സ്റ്റെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട കരിയറിലേക്കുള്ള ഒരു സ്റ്റെയർ. ഫോർ മോർ കണ്ടന്റ്, സബ്സ്ക്രൈബ് ടു ഹാക്ക ടെക് സ്കൂൾ.